അഡ്വക്കേറ്റ് അനിൽ ബോസ്, പൊരുത്തക്കേടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തുനോക്കി പരിശോധിക്കാം, അതിനുള്ള അവസരമുണ്ട് എന്നുള്ള ആ അവസരം BJP തരുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ ആ, ആ, യുവരാജ് ഗോകുൽ പ്രതികരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു ഇതിന്റെ കാര്യത്തിൽ. ഞാൻ BJP തരുന്നു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഒരു മിനിറ്റ്, ആവശ്യമില്ലാത്ത വാക്കുകൾ എന്റെ വായിൽ കുത്തിത്തെറിയരുതേ. താങ്കൾ ഞാൻ പറയുന്നത് BJP കേൾക്കുന്നുണ്ടല്ലോ. തരുന്നു എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്, അനാവശ്യമായിട്ടുള്ള വാക്കുകൾ എന്റെ വായിൽ കുത്തിത്തെറിയരുതേ. താങ്കൾ പറയുന്നതൊക്കെ ഇപ്പൊ എല്ലാവരും കേട്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് BJPക്കും പരാതികളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു പരാതി പറയാൻ പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞില്ല, താങ്കൾ ബഹളം വയ്ക്കുക മാത്രമാണ് ചെയ്തത്. ഇനി ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന കേൾക്കാൻ താങ്കൾ കുറച്ചു നേരം തയ്യാറാകണം. കോൺഗ്രസ് പ്രതിനിധി പറയട്ടെ. താങ്കളോടല്ല ചോദ്യം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് ഈ പൊരുത്തക്കേട് വളരെ ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ആ ചോദ്യത്തിന് മറുപടി എങ്ങനെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ സുപ്രീം കോടതി മാന്യമായി മാറി നിൽക്കുന്നു. തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലാണ്, അതിൽ ഇപ്പോൾ ഇടപെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി മാറി നിൽക്കുകയാണ്. ഇനി എവിടെയാണ് നിങ്ങൾ ഇത് പരിശോധിക്കാൻ ആവശ്യപ്പെടുക? ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ പലരും സംസാരിച്ചു ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളും. കോടതി അങ്ങനെ പറയുന്നത് പറഞ്ഞു. കോടതിയെ നമുക്കിപ്പോൾ ഈ ചർച്ചയിലിരുന്നുകൊണ്ട് വെല്ലുവിളിക്കാൻ പറ്റത്തില്ലോ, അത് ലീഗലായി സ്റ്റാൻഡ് ചെയ്യുന്നൊരു കാര്യമല്ലല്ലോ. പക്ഷേ കോടതിക്ക് എങ്ങനെയാണ് അങ്ങനെ പറയാൻ കഴിയുക എന്നൊരു ചോദ്യമില്ലേ? 2019 നൽകിയ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ, അതിനുശേഷം വന്നിട്ടുള്ള നിരവധി ഇടക്കാല പെറ്റീഷനുകളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നൊരു കേസിൽ കഴിഞ്ഞ മാസം 17-ാം തീയതിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷനോട് കൗണ്ടർ അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറയുന്നത്. അങ്ങനെ കഴിഞ്ഞ മാസം 17-ാം തീയതി എന്ന് പറയുന്നത് ഇന്നല്ല. കഴിഞ്ഞ മാസം 17-ാം തീയതി അഫിഡവിറ്റ് സമർപ്പിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ഈ ഇൻ്ററിം പെറ്റീഷൻ വരുന്നത്, കോടതിയുടെ മുൻപാകെ പരിഗണനയ്ക്ക് വരുന്നത്. അപ്പോൾ ഒരു ദിവസം 1-ാം ഘട്ടവും 2-ാം ഘട്ടവും കഴിഞ്ഞിട്ടല്ല ഈ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അത് മനസ്സിലാക്കൂ. 2019 ഈ കേസ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് മാത്രമല്ലല്ലോ, അതിനു മുമ്പ് കേസുണ്ടല്ലോ. ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഇലക്ട്രോണിക് മിഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയോട് ജനറൽ സെക്രട്ടറി രജപുത്ത് നൽകിയ പെറ്റീഷൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു കേസുണ്ട് ഇലക്ഷൻ റിഫോർമേഷനുമായി ബന്ധപ്പെട്ട്. ഈ കേസുകളൊക്കെ കോടതിയുടെ പരിഗണനയിലിരിക്കുക. കോടതി എന്തുകൊണ്ട് തീരുമാനമെടുക്കുന്നില്ല? സമയബന്ധിതമായി കാലവിളംബം ഉണ്ടാകുമ്പോൾ ഇവിടെ എൻ്റെ സ്നേഹിതൻ പ്രതിപാദിച്ചത് ദൗർഭാഗ്യകരം എന്നാണ് അഭിലാഷ് ഇവിടെ പ്രതിപാദിച്ചത്. ഞാൻ ദൗർഭാഗ്യകരം എന്ന് പറയുന്നില്ല. ഇത് നിരുത്തരവാദപരമായ സമയബന്ധിതമായി തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കാതിരിക്കുന്ന കോടതിയുടെ വീഴ്ചയുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുന്നതിന് ഇപ്പം വക്കീലായതുകൊണ്ട് പറയാൻ പാടില്ല എന്നുണ്ടോ? പറയേണ്ടത് തുറന്ന് തന്നെ പറയണ്ടേ? കോടതിയാണെങ്കിലും ഭരണാധികാരിയാണെങ്കിലും കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയണ്ടേ? ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർ അവർക്ക് അനിഷ്ടമുണ്ടായപ്പോൾ അവർ വന്നില്ലേ പത്രസമ്മേളനം നടത്താൻ? കോടതി മുമ്പാകെ, മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നില്ലേ? അപ്പോൾ പറയേണ്ടത് അവരവരെ ബാധിക്കുന്ന വിഷയങ്ങളാകുമ്പോൾ അവരവർ പറയും. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടുത്തെ പ്രശ്നം ഇലക്ഷൻ കമ്മീഷനെതിരായി പൊതുവായി ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് അടിസ്ഥാനമില്ലേ? ഇവിടെ വന്നിട്ടുള്ള പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേസെടുക്കുമ്പോൾ, അവരുടെ പ്രസംഗം, അവരെ പ്രചരണത്തിൽ നിന്ന് വിലക്കുമ്പോൾ, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വിശദീകരണം ചോദിക്കേണ്ടതിന് പകരം ഒരു പാർട്ടിയോട് വിശദീകരണം ചോദിക്കുന്നത് കാണുമ്പോൾ ആളുകൾക്ക് സംശയം ഉണ്ടാവില്ലേ? ഇലക്ഷൻ കമ്മീഷനെ ഉണ്ടാവില്ലേ? പിന്നെ 93 റൂളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഈ നമ്മുടെ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾ 1961 ഭാഗമായി കൊടുക്കുന്ന പ്രിവിലേജ് തന്നെയാണ് റൂൾ നമ്പർ 93 എന്ന് പറയുന്നത്. പബ്ലിക്കിന് അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ സംബന്ധിച്ച് ഇപ്പോൾ കേസിൽ തീർപ്പ് കൽപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ട് കോടതിയെ നമുക്ക് കുറ്റം പറയാൻ കഴിയത്തില്ല. എങ്കിലും ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? 2019 മുതൽ നടക്കുന്ന ഒരു വ്യവഹാരത്തിൽ ഇത്രയും സന്ദർഭങ്ങളിൽ പല ഘട്ടങ്ങൾ കടന്നു വരുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. ആശങ്ക പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഈ രാജ്യത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്ത് വരുമ്പോൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പരാതിക്കാരെ വെല്ലുവിളിക്കുന്ന സമീപനമാണോ സ്വീകരിക്കുന്നത്? 70 പേജുള്ള അഫിഡവിറ്റാണ് ഇവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇവർ 2 മണിക്കൂർ ഇടവിട്ട് കൃത്യമായി ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നല്ലേ പറയുന്നത്? ശരിക്കും അതാണോ? സ്മൃതി തന്നെ ചോദിച്ചല്ലോ 11 ദിവസത്തെ കാലവിളംബത്തെക്കുറിച്ച്. അപ്പോൾ പറയുകയാണ് 23-ാം തീയതി പോയി സൈറ്റ് നോക്കിക്കോളാൻ പറഞ്ഞാൽ വളരെ കൃത്യമായി വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം ലേറ്റായി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ കണക്കിലെ വ്യത്യാസം നിങ്ങൾ ജനങ്ങളോട് പറയാനാണ് പറയുന്നത്. ജനങ്ങൾക്ക് എന്താ അധികാരം? ജനങ്ങൾക്കാകെ അവന് കിട്ടുന്ന അധികാരം എന്ന് പറയുന്നത് ജനാധിപത്യ ക്രമത്തിൽ കിട്ടുന്ന അവൻ്റെ വോട്ടാണ്. അവൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ജനത്തിനെ ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. ആർക്കെങ്കിലും വേണോ ജനത്തിനെ? അപ്പം വോട്ട് ചെയ്ത് കഴിഞ്ഞ് ജനത്തിനോട് പറഞ്ഞോളാൻ പറഞ്ഞാൽ കവലയിൽ പോയി ഒന്ന് പ്രസംഗിക്കണമെന്നാണ് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ലീഗലായിട്ടുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെ ചലഞ്ച് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ ചട്ടത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പെറ്റീഷൻ മേലുള്ള ഡിബേറ്റാണ്. അതിന് കോൺഗ്രസ് പാർട്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ വഴിയിൽ പോയി ജനങ്ങളോട് പ്രസംഗിച്ചോ നിങ്ങളുടെ കയ്യിൽ പോളിംഗ് ഏജൻറ്റിൻ്റെ കണക്കില്ലേ എന്ന് ചോദിക്കുന്ന എന്ത് സാങ്കത്യമാണുള്ളത്? ഇതൊക്കെ കേവല രാഷ്ട്രീയം. പിന്നെ ഇത് മറ്റാരുടെ താല്പര്യം? ആരുടെ താല്പര്യം?
മറ്റേതോ ആളുകൾക്ക് വേണ്ടി, മറ്റേതോ രാജ്യത്തിനു വേണ്ടി. എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? അണ്ണാ മൂത്താലും മരങ്കേറ്റം മറക്കത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് ആ പാർട്ടിയെയും ആ സംഘടനകളെയും പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എന്ത് പറഞ്ഞാലും മറ്റാർക്കു വേണ്ടി. ആരാണെന്നേ മറ്റാർ? ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വേറെ ആരെങ്കിലും മത്സരിക്കും? ഇന്ത്യക്കാരല്ലാത്ത ആരെങ്കിലും 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇന്ത്യൻ പൗരത്വമില്ലാത്ത ആരെങ്കിലും അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ ബി ജെ പിക്ക്? അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടോ NDA സഖ്യത്തിന്? 543 പേരിൽ മത്സരിക്കുന്നവരിൽ വിദേശ രാജ്യത്തുള്ള ആരെങ്കിലും മത്സരിക്കുന്നുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? ഉണ്ടെങ്കിൽ അവരത് വ്യക്തമാക്കട്ടെ, എന്നിട്ട് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. ഇതല്ലല്ലോ പ്രശ്നം. ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുതാര്യമായി പ്രവർത്തിക്കേണ്ട ഏജൻസി സമയബന്ധിതമായി കിട്ടുന്ന പരാതികൾ അത് പരിശോധിക്കണം. വാൺ ചെയ്യേണ്ടവരെ വാൺ ചെയ്യണം, വിലക്കേണ്ടവരെ വിലക്കണം. അത് കോൺഗ്രസിന് മാത്രമാകുമ്പോൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് മാത്രമാകുമ്പോഴാണ് പ്രശ്നം. നമ്മൾ എത്രയോ തവണയായി ഗുജറാത്തിൽ നിന്ന് അഹമ്മദ് പട്ടേൽ രാജ്യസഭയിലേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ തള്ളുന്നതിനെതിരെ അഭിഷേക് സിംഗ് ഉൾപ്പെടെ, കപിൽ സിബൽ ഉൾപ്പെടെ, പി ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പാതിരാവിൽ പോകേണ്ടി വന്നില്ലേ ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ? എന്തുകൊണ്ടാ? സുതാര്യമായിട്ടാണ് പ്രവർത്തനമെങ്കിൽ പാതിരാവിൽ ഇന്ത്യ അറിയപ്പെടുന്ന അഭിഭാഷകർ കൂടിയായിട്ടുള്ള ഈ രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരും, പ്രത്യേകിച്ച് ഹോം മിനിസ്റ്റർ, ലോ മിനിസ്റ്റർ അടക്കം കൈകാര്യം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ പോയി പാതിരാവിൽ മുട്ടിവിളിക്കേണ്ട സാഹചര്യം ഉണ്ടായത് ഈ ഭരണകാലത്തല്ലേ? അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനം ഇലക്ഷൻ കമ്മീഷനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? എന്താ തെറ്റ്? ഇവിടുത്തെ സിസ്റ്റത്തെ സംബന്ധിച്ച് നമ്മൾ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാതിരാത്രിയിൽ സുപ്രീം കോടതി പുറത്ത് കേസ് നടത്തേണ്ടി വരുന്നു. ശരി. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് സംശയമുണ്ടാകും, അവർ പ്രതിഷേധിക്കും. ആ പ്രതിഷേധത്തെ പോസിറ്റീവായി കണ്ട് അതിൽ കാര്യകാരണങ്ങളുണ്ടെങ്കിൽ പരിശോധിച്ച് നിഷ്പക്ഷമായി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം നിങ്ങൾ അങ്ങ് പോയി വഴിയിൽ നിന്ന് പ്രസംഗിച്ചോളാൻ പറയുന്നതാണ് രാഷ്ട്രീയ മര്യാദയെങ്കിൽ, ഭരണപരമായ മര്യാദയെങ്കിൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ജൂൺ 4 കാണാം. ശരി, ജൂൺ 4 കാണാന്നേ. ഈ 10 വർഷത്തെ അഹങ്കാരത്തിന്റെ, നെഗളിപ്പിന്റെ, ധാർഷ്ട്യത്തിന്റെ വിലയിരുത്തൽ എന്താണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. ജൂൺ 4 ഒരു സംശയവും വേണ്ട. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.